ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് നല്ല കറുമുറാന്ന് നമ്മൾ കഴിക്കുന്നത് അപ്പുറത്തുള്ളവർക്ക് കേൾക്കുന്ന രീതിക്കുള്ള ഒരു ക്രിസ്പിനെസ് ഉള്ള ഒരു സ്നാക്സ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് റോളാണ്. പക്ഷേ എക്സ്ട്രാ ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് കളറാവുന്ന രീതിക്ക് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കേണ്ടത്. ഇതിലേക്ക് ആദ്യം നമ്മൾ ക്യാബേജ് ചേർക്കുന്നുണ്ട്, ക്യാരറ്റും ചേർക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പം ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരളവിലേക്ക് നമ്മളിതൊന്ന് വാടിക്കിട്ടുമല്ലോ, ആ സമയത്താണ് നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർക്കുന്നത് പന്നീരാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പന്നീരാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച പന്നീരാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പന്നീർ ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ തരി രീതി അല്ലാത്ത രീതിക്ക് ഈ ഒരു നല്ലൊരു എന്താ പറയുക, നല്ല ഒരു ലൂസായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പന്നീർ ആക്കിയെടുക്കണം. അതിന് ശേഷമാണ് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ കൂടെ നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു 1 ടീസ്പൂൺ പെപ്പറും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലൊരു ക്രീം പോലുള്ളൊരു ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മൾ പന്നീർ അതുപോലെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സ്പ്രിംഗ് റോളിനേക്കാളും എക്സ്ട്രാ പോയിട്ട് ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇനിയുള്ള പ്രോസസ്സെല്ലാം നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. നമ്മൾ മൈദമാവാണ് കാണിച്ചിട്ടുണ്ടായത് കേട്ടോ. മൈദമാവിടെ പേസ്റ്റ് നമുക്ക് അറിയാമല്ലോ ചെയ്യാൻ. അപ്പോൾ അതുപോലെ മൈദമാവിടെ പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആദ്യം സൈഡുകളെല്ലാം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കത് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ ഇതുപോലുള്ള ഒരു ഫില്ലിങ്സ് ആകുമ്പോഴാണ് നല്ല ടേസ്റ്റാണ്. ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഒന്ന് മടക്കി കൊടുക്കണേ. ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗത്തും മൂന്ന് ഭാഗത്തും നമ്മൾ മാവ് തേച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അറ്റത്ത് ഇതുപോലെ 2 വശത്തെ അറ്റത്ത് നമ്മൾ തേച്ച് കൊടുക്കണം. മാവ് തേച്ച് കൊടുത്താൽ നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു ലെവലിൽ കിട്ടും കേട്ടോ. അങ്ങനെ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. ആദ്യം ഷീറ്റ് എടുത്ത് നമ്മുടെ ഫില്ലിങ്സ് ഇതുപോലെ നമുക്ക് ആവശ്യാനുസരം പോലെ നമ്മുടെ ഫില്ലിങ്സ് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരം പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സൈഡെല്ലാം ഒന്ന് മാവ് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്പ്രിംഗ് റോളാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുവിധം എണ്ണ ചൂടാക്കി വെക്കുക കേട്ടോ. അപ്പോഴും നന്നായിട്ട് നല്ലൊരു ഒരു എണ്ണ അധികം ഉള്ളിലേക്ക് പോവാത്ത രീതിക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടാവണം. പിന്നെ അതിനുശേഷം നമ്മൾ സിമ്മിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ലെവലായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ കണ്ടല്ലോ നല്ല ചൂടായിട്ടുണ്ട്. ഇതുപോലെ ചൂടാവുന്ന രീതിക്കാണ് നമ്മൾ ചൂടാക്കി എടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 4 എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല ചൂടാക്കിയ കാരണമാണ് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തത്. അങ്ങനെ ഇതുപോലെ നമ്മൾ തിരിച്ചിട്ടൊരു 2 വശം ഒരേ രീതിക്ക് കളറാവുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല കളർ ചേഞ്ചായി വരട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി കളർ ചേഞ്ച് ആയതിന് ശേഷം പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കളർ ചേഞ്ച് ആയതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ, ഇപ്പോൾ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്പ്രിംഗ് റോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണേ. അങ്ങനെ ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സ്പ്രിംഗ് റോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്നാക്സാണ്, നല്ല കറുമുറാന്ന്. അതിപ്പോൾ സ്പ്രിംഗ് റോൾ ചെയ്തവർ എല്ലാവർക്കും അറിയാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണെന്ന്. അപ്പോൾ ഇതുപോലൊരു മെത്തേഡിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുണ്ടാവും. കണ്ടല്ലോ, അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ.